ഇന്ത്യൻ ടീമിൻ്റെ T20 ക്യാപ്റ്റനെ സംബന്ധിച്ച് വലിയ ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വെൽക്കം ടു മൈ ചാനൽ മലയാളി ഫ്രം UK. ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത്. T20 ലീഗിൻ്റെ ആവേശം അവസാനിക്കുമ്പോൾ ഇനി ഇന്ത്യ കളിക്കാൻ പോകുന്നത് അഫ്ഗാനുമായുള്ള ടെസ്റ്റ് പരമ്പര മത്സരങ്ങളാണ്. ജൂൺ 6-ന് അഫ്ഗാനുമായുള്ള ഫസ്റ്റ് ടെസ്റ്റ് ആരംഭിക്കുമ്പോൾ അതിനുശേഷമുള്ള 3 ഏകദിന സ്ക്വാഡിൽ വിരാട് കോഹ്ലി പുറത്തായിരിക്കുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ ക്രിക്ക് ബസ് പുറത്തുവിട്ടിരിക്കുന്നത്. അതിനു പകരം ആരാണ് ഇന്ത്യൻ ഏകദിന സ്ക്വാഡിൽ ഉൾപ്പെട്ടിരിക്കുന്നതെന്ന് ഇതുവരെ ഒഫീഷ്യലായി BCCI പ്രഖ്യാപിച്ചിട്ടില്ല. അതിനുശേഷം വന്നിരിക്കുന്ന പ്രധാന അപ്ഡേറ്റ് സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യൻ T20 ക്യാപ്റ്റൻസി ആരുടെ കൈകളിൽ ഭദ്രമാകുമെന്നത് നമ്മൾ ആരാധകർക്കിടയിൽ വലിയ ചർച്ചകളാണെങ്കിലും ക്രിക്ക് ബസ് പുറത്തുവിട്ടിരിക്കുന്നത് സൂര്യകുമാർ യാദവിനെ ഇന്ത്യൻ T20 ക്യാപ്റ്റൻസിയിൽ നിന്ന് നീക്കി എന്ന് തന്നെയാണ്. പകരം ഇന്ത്യൻ ടീമിൻ്റെ മുഖ്യ സെലക്ടർ അഗാക്കർ തീരുമാനിച്ചിരിക്കുന്നത് ക്യാപ്റ്റൻസി ശ്രേയസ് അയ്യരെ ഏൽപ്പിക്കാനാണ്. പക്ഷേ സഞ്ജു സാംസനെ കോച്ച് ഗംഭീർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും മുഖ്യ സെലക്ടറും അഗാക്കറും സെലക്ഷൻ കമ്മിറ്റി അംഗങ്ങളും സഞ്ജുവിനെ ക്യാപ്റ്റൻസി ഏൽപ്പിക്കാൻ യാതൊരു താല്പര്യവും കാണിക്കുന്നില്ല. ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പകരം ശ്രേയസ് അയ്യർ തന്നെയാകും ഇന്ത്യയുടെ പുതിയ T20 ക്യാപ്റ്റൻ എന്ന് തന്നെയാണ്. ഇനി ഒരു ട്വിസ്റ്റ് നടന്നാൽ അത് സഞ്ജുവിന് തന്നെയാകും നറുക്ക് വീഴുക. പക്ഷേ എല്ലാം ഒരു സ്വപ്നം തന്നെയാകും. ഒഫീഷ്യൽ അറിയിപ്പ് വരും ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകും. പക്ഷേ മുഖ്യ സെലക്ടർ അജിത് അഗാക്കർ എന്ത് തീരുമാനമാകും എടുക്കുന്നതെന്ന് വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. പക്ഷേ ഒഫീഷ്യൽ റിപ്പോർട്ടുകൾ ശ്രേയസ് അയ്യർക്ക് നേരെ തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. സഞ്ജു സാംസനെ സ്ഥിരതയില്ലാത്തതിൻ്റെ പേരിൽ മാറ്റി നിർത്താൻ തന്നെയാകും ചാൻസ് കൂടുതൽ. അതേപോലെ T20 ഓപ്പണർ സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ ഇന്ത്യയുടെ സൂപ്പർ താരം സൂര്യവംശിയും ഉണ്ടാകും. അപ്പോൾ ഒരു കടുത്ത പോരാട്ടമാകും നമ്മൾ കാണാൻ പോകുന്നത്. ഗിൽ പോയപ്പോൾ സഞ്ജുവിന് അടുത്ത പാരയായി സൂര്യവംശി എത്തിക്കഴിഞ്ഞു. ഇനിയുള്ള നാളുകൾ സഞ്ജുവിന് നിർണായകമായിരിക്കും. ആർക്കാവും ഇന്ത്യൻ ക്യാപ്റ്റനാകാൻ ഏറ്റവും അർഹത കൂടുതൽ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബും തന്ന് സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും എത്താം. മലയാളി ഫ്രം UK.